നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേ സൈലൻസ് ആരംഭിക്കാം. സ്വാഗതം. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. രാവിലെ 10-ന് സിവിൽ സ്റ്റേഷനിലെത്തിയ കളക്ടറെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, മറ്റ് ജീവനക്കാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി മൂച്ചിക്കാട് വീട്ടിൽ ഷാഹുൽ ഹമീദിന്റെ മകൻ 25 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. പഞ്ചായത്ത് അധികൃതർ റോഡ് പൊളിച്ചതുമൂലം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നെന്ന് പരാതി. മാള കോട്ടമുറി കോട്ടേപ്പാടം റോഡാണ് പഞ്ചായത്ത് അധികൃതർ പൊളിച്ചത്. ജൂൺ അവസാനമാണ് സംഭവം. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരോ നഗരസഭയോ അറിയാതെ പറവൂരിൽ റോഡരികിൽ തണൽ വിരിച്ചു നിന്നിരുന്ന 50 വർഷത്തിലേറെ പഴക്കമുള്ള വാഗമരം മുറിച്ചു നീക്കിയതായി ആക്ഷേപം. പറവൂർ KMK കവലയിൽ വൈപ്പിനിലേക്ക് പോകുന്നവരുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം നിന്നിരുന്ന വലിയ വാഗപ്പൂമരമാണ് രാത്രിയുടെ മറവിൽ മുറിച്ചു നീക്കിയത്. H1N1 പനി ബാധിച്ച് 4 വയസ്സുകാരൻ മരിച്ചു. ആലങ്ങാട് പഞ്ചായത്ത് ഒളനാട് കുരിയപ്പറമ്പ് ഇളവത്തുരുത്തിയിൽ ലിബു നയന ദമ്പതികളുടെ മകൻ 4 വയസ്സുള്ള ലിയോണാണ് മരിച്ചത്. വ്യാഴാഴ്ചയാണ് ലിയോണിനെ ലൂർദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാത്രി 8:30-ന് മരിച്ചു. ചാലക്കുടി പരിയാരം സർവീസ് സഹകരണ ബാങ്കിന് മികച്ച പ്രവർത്തന മികവിനുള്ള അവാർഡ് ലഭിച്ചതായി പ്രസിഡന്റ് KJ ഉറുമീസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ സഹകരണ ബാങ്കുകളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ബാങ്കിന് നേരത്തെ കേരള ബാങ്കിന്റെ എക്സലൻസ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. വെള്ളാങ്കല്ലൂർ പാലപ്രക്കുന്ന് അംഗൻവാടി കെട്ടിടത്തിൽ വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് ഫിറ്റ്നസ് സെന്ററിന് ലഭ്യമാക്കിയത്. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. നഗരസഭ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മേലൂർ ശ്രീധർമ്മശാസ്ത്ര വിദ്യാനികേതൻ സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ആദരവ് 2024 എന്ന പേരിൽ നടത്തിയ പരിപാടി ചാലക്കുടി കെയർ കേരള ഫൗണ്ടേഷൻ ചെയർമാൻ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ആളൂർ രജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗമഗ്രാമ മാധവാചാര്യ സംസ്കൃത ക്ലബിന്റെ നേതൃത്വത്തിൽ 10 ഇലക്കറികൾ തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേ ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.